ഇതും ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിൽ പോണ വീഡിയോ ആണ്. പുല്ലശ്ശേരിയാണ് ഉമ്മാൻ്റെ വീട്. അവിടെ മാമൻ്റെ മക്കളും ആൻറ്റിയാണ് ഉള്ളത്. മാമ ഗൾഫിലാണ്. അപ്പോൾ ഞങ്ങളിത് ഒരു 4:30 4:45 ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കയറിയപ്പോൾ ബേബി ഞാനുണ്ടേ അറിഞ്ഞ് ഓടി വരുന്ന സീനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടത്. അവിടെ 3 കുട്ടികളാണ് ഉള്ളത്. നിനു, സച്ചു, കുഞ്ഞാവ. നീനു ബാംഗ്ലൂരാണ് പഠിക്കണതോ നാട്ടിലേക്ക് വന്നിട്ടില്ല ഈ പെരുന്നാളിന്. പിന്നെ സച്ചും കുഞ്ഞാവയാണ് ഉണ്ടാവുക. ഒരെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ട്. പക്ഷേ വിളിച്ച് ചോദിച്ചാൽ ആൻറ്റി എന്തെങ്കിലും ഒരുക്കി വെക്കും. ഞങ്ങളാണെങ്കിൽ നല്ല 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലക്ക് അങ്ങനെ പോയി എല്ലാവരെയും കണ്ടു പോരാന്നുള്ളൊരിതാണ് പോണത്. അപ്പോൾ സച്ചും കുഞ്ഞാവയും സച്ചു പഠിക്കാൻ കേട്ടോ, കുഞ്ഞാവയും ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളവരൊക്കെ കണ്ട് കോഴികളൊക്കെ ഇപ്പോൾ ഒരു അപൂർവ കാഴ്ചയായി മാറിയിട്ടുണ്ടല്ലേ. കോഴികളെ കണ്ടപ്പോൾ കുട്ടികൾ അതിൻ്റെ ചുറ്റൊന്നും മാറണം തന്നെയല്ല കേട്ടോ. അവിടെ ആണെങ്കിൽ നിറയെ കോഴിയുണ്ട്. ആൻറ്റിക്ക് ചെറിയൊരു കോഴിപ്രാന്തുണ്ട്. ഈ കോഴിയില്ലേ നമ്മൾക്ക് തോന്നൂല ഇത് അടയിരിക്കണമെന്ന്. ഇത് അടയിരിക്കണേണ്ട്, പക്ഷെ അത് മുട്ടമ്മയല്ല അടയിരിക്കണത്. നമ്മൾ വൈറ്റ് കളർ ബൾബ് ഉണ്ടാവില്ല, അത് 3 അതിൻ്റെ അടിയിലുണ്ട് അത്രേ. അപ്പോൾ അത് മുട്ടയാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര പാവം തോന്നിട്ടോ, സങ്കടം തോന്നുക. അതൊരു കുട്ടിനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാവില്ല അവിടെ ഇരിക്കണത്. അപ്പോൾ ആൻറ്റി പറഞ്ഞത് ചക്ക ഉണ്ട്, നമുക്ക് ചക്ക ഇടാന്ന് പറഞ്ഞിട്ട് സച്ചു 3 ചക്ക ഇട്ടാന്ന് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം പഴുത്തിട്ടുണ്ട്, വീണപ്പോൾ തന്നെ അത് ആകെ അളുപുള്ളി അയച്ചിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ പെറുക്കി എടുത്ത് അവിടെ നിന്ന് തന്നെ കഴിച്ചു. ബാക്കി 2 ചക്ക വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ അല്ലേ നീനും സച്ചും അച്ചീവ് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു. അവരൊക്കെ എത്ര കുഞ്ഞു കുട്ടികളാകുമ്പോൾ അങ്ങനെ എടുത്ത് നടന്നതൊക്കെ ഓർമ്മ വരും. അവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി. പിന്നെ അതായതില്ലേ ഞങ്ങളുടെ ഉമ്മാൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട് കേട്ടോ. ഞങ്ങളെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ്. ഈ വീട്ടിലൊക്കെ എനിക്ക് അത്ര നെസ്റ്റാൾജി ഉള്ളതാണ്. അവിടെ ആരും ഇല്ല കേട്ടോ. പോയപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സൊന്നുമില്ല, ഒരമ്മിപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പോയി വന്നപ്പോഴത്തേനും ആൻറ്റി മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പും മുളകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ചക്കയും ഒക്കെ വണ്ടിക്ക് കയറ്റി വെച്ച് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ വണ്ടി കയറിയ പാട്ടും കൂത്തും ഡാൻസും ആവും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ